നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. പൊൻകുന്നം ടൗണിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി. ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഇനി കൂടുതൽ സുരക്ഷ. ഉദ്ഘാടനം ചെയ്തത് വെറുതെയായി. ഇളംകുളം വഴിയോര വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. പ്രദേശം കാട് കയറി. ഹാപ്പിനെസ് പാർക്കിലും വനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ രണ്ടാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം തുടങ്ങി. വാർത്തകൾ വിശദമായി. പൊൻകുന്നം ടൗണിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. ഇതോടെ ടൗണിലെ അനധികൃത പാർക്കിംഗ് ഒരു പരിധിവരെ നിയന്ത്രണത്തിലായി. ഗതാഗത കുരുക്കിൽ വലഞ്ഞിരുന്ന പൊൻകുന്നം ടൗണിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. ഇതോടെ ടൗണിലെ അനധികൃത പാർക്കിങ്ങിന് നിയന്ത്രണമായി. ടൗണിൽ നിന്നും മണിമല റോഡിൽ ജുമാ മസ്ജിദ് വരെയുള്ള ഭാഗത്തെ പാർക്കിങ്ങിന് കടുത്ത നിരോധനമാണ് ഏർപ്പെടുത്തിയത്. ഇതോടെ ഈ ഭാഗത്ത് പാർക്കിങ്ങിന് പരിധിവരെ ഒഴിവായി. കൂടാതെ KVMS ജംഗ്ഷനിൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന ബസ്സുകൾക്കായി വുഡ് പാലസിന് മുന്നിലും പൊൻകുന്നം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്കായി ധനലക്ഷ്മി ബാങ്കിന് മുന്നിലുമായി സ്റ്റോപ്പുകൾ ക്രമീകരിച്ചു. ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള റോഡുകളുടെ സൈഡിൽ കൂടുതൽ സമയം വണ്ടി പാർക്ക് ചെയ്യുന്നതിനും അനുമതിയില്ല. ഇങ്ങനെ ചെയ്താൽ ആദ്യ തവണ നോട്ടീസ് നൽകുകയും പിന്നീട് ഫൈൻ ഈടാക്കുകയും ചെയ്യും. പൊൻകുന്നം മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മുൻവശം മുതൽ കാഞ്ഞിരപ്പള്ളി വഴിയിൽ വലതുവശത്തു മാത്രമേ പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. മഹാത്മാഗാന്ധി ടൗൺ ഹാൾ ഗ്രൗണ്ടിൽ ഫ്രീ പാർക്കിംഗും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്താണ് എയ്ഡ് പോസ്റ്റ് പണിതു നൽകിയത്. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു. ആശുപത്രിയുടെ സുരക്ഷയ്ക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് നിർമ്മിച്ചത്. പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ, ബിന്ദു സെബാസ്റ്റ്യൻ, PK വൈശാഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുഷമ PK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇളംകുളം വഴിയോര വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. പ്രദേശമാകെ കാടുകയറി 25 ലക്ഷത്തിലേറെ രൂപ വിനിയോഗിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം പണിതത്. സമീപത്തെ ഹാപ്പിനെസ് പാർക്കും പൂർണ്ണമായും കാടുകയറി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നം പാല റോഡിൽ ഇളംകുളം ചന്തവളവിലാണ് ഇളംകുളം വഴിയോര വിശ്രമ കേന്ദ്രം എലിക്കുളം പഞ്ചായത്ത് പണിതത്. തിരക്കേറിയ ഹൈവേയിൽ വാഹനയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ശൌചാലയ സൌകര്യം ലക്ഷ്യമിട്ടുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വഴിയിടം പദ്ധതിയിൽപ്പെടുത്തി വഴിയോര വിശ്രമ കേന്ദ്രം പണിതത്. ഹൈവേ നിർമ്മാണ ഘട്ടത്തിൽ പുറമ്പോക്കായി മാറിയ ഭൂമിയിലാണ് 25 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പണിതത്. കഫ്തീരിയ സൌകര്യങ്ങളോടെയായിരുന്നു നിർമ്മാണം. 2025 ജൂൺ 4-നായിരുന്നു ഉദ്ഘാടനം. തുടർന്ന് കരാർ അടിസ്ഥാന കോഫി ബാർ തുടങ്ങുകയും അവരുടെ ചുമതലയിൽ ശൌചാലയം നടത്തുകയുമായിരുന്നു. എന്നാൽ കരാർ തുകയ്ക്കനുസരിച്ച് വരുമാനം കിട്ടാതായതോടെ നടത്തിപ്പുകാർ പിന്മാറി. ഇതോടെ മുൻ ഭരണസമിതിയുടെ കാലത്ത് തന്നെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് പൂട്ടുവീണു. വഴിയോര വിശ്രമ കേന്ദ്ര വളപ്പിൽ തന്നെയാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുട്ടികൾക്കായി വിനോദ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചത്. ഇവയും പൂർണ്ണമായും കാട് കയറി കിടക്കുകയാണിപ്പോൾ. കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നീട് വയോജനക്ഷേമ പദ്ധതിയിലൂടെ ഓപ്പൺ ജിമ്മും സ്ഥാപിച്ചു. ജിമ്മിലെ ചില ഉപകരണങ്ങൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തറ വൃത്തിയല്ല. പുതിയ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ വിശ്രമകേന്ദ്രം തുറക്കാൻ പുതിയ കരാർ വിളിച്ചെങ്കിലും കരാർ കൊണ്ടയാൾ വിശ്രമകേന്ദ്രം തുറക്കാൻ തയ്യാറായിട്ടില്ല. താൽപര്യമുള്ള മറ്റാർക്കെങ്കിലും കൈമാറി വിശ്രമകേന്ദ്രം തുറക്കാനാണ് എലിക്കുളം പഞ്ചായത്ത് അധികൃതരുടെ ശ്രമം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയത്തെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം നിലവിൽ വന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഫ്രണ്ട് ഓഫീസ് തുറന്നു. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് പുതിയ ഫ്രണ്ട് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന സർക്കാർ ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് വയസ്കരക്കുന്നിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രി. തിരുവിതാംകൂർ കൊച്ചി സർക്കാരിന്റെ കാലത്താണ് ജില്ലാ ആയുർവേദ ആശുപത്രി ഔദ്യോഗികമായി സ്ഥാപിച്ചത്. പൂർണ്ണമായ ചരിത്ര രേഖകൾ ലഭ്യമല്ലെങ്കിലും കോട്ടയത്തെ ഏറ്റവും പഴയ സർക്കാർ ആയുർവേദ ആശുപത്രിയാണ് ഇത്. ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ഫ്രണ്ട് ഓഫീസിന്റെയും ആയുർവേദ സിദ്ധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ രണ്ടാം ഘട്ട വികസനത്തിനു വേണ്ട നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എല്ലാ പ്രയാസങ്ങളും തട്ടിമാറ്റിയാണ് ഈ ഫ്രണ്ട് ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത ഘട്ട വികസനം നമുക്കൊന്ന് കൂട്ടായിട്ടിരുന്ന് ആലോചിച്ച് ഇതിൻ്റെ രണ്ടാം ഘട്ട വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. കുറേയധികം സ്ഥലങ്ങളും ഇല്ല, സ്ഥലത്തിൻ്റെ പോരായ്മയില്ല, അത് നമുക്ക് വിനിയോഗിക്കണം. ജില്ലാ പഞ്ചായത്തിന് അതിനുള്ള എല്ലാ കാഴ്ചപ്പാടുണ്ട്, നിശ്ചയമായിട്ട് അത് ചെയ്യും. ഞങ്ങളും എല്ലാവരും ആ കാര്യത്തിൽ സഹകരിച്ച് നിൽക്കും. നമ്മുടെ ഇന്നത്തെ സ്റ്റാറ്റസ്
ഉയർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നിച്ചു പോകാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷൻ എം പി സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ, PLA വിശാഖ്, ഗ്രേസി കരിമ്പനൂർ, ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാബിത ഷാഹുൽ, ഡോക്ടർ പ്രിയ ശ്രീവിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു. മഴക്കാലത്തോടനുബന്ധിച്ചുള്ള പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനായാണ് പ്രത്യേക ആയുർവേദ സിദ്ധ ക്യാമ്പ് നടത്തിയത്. നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉരുളികുന്നം സഹൃദയ പകൽവീടിന്റെയും ഇളംകുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പകൽവീട്ടിൽ നടന്ന ക്യാമ്പ് എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയദീപ് പാറയ്ക്കൽ, മനു MS തുടങ്ങിയവർ പങ്കെടുത്തു. പകർച്ചവ്യാധി രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് വി ശർമ്മ ക്ലാസ് നയിച്ചു. പകൽവീട് സെക്രട്ടറി EM കൃഷ്ണൻകുട്ടി, പ്രസിഡന്റ് നാരായണൻ നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വയോജനങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്യാം, വയോജനങ്ങൾക്ക് വേണ്ടി എന്ന കാഴ്ചപ്പാടോടെ കുറേ ആളുകൾ സഹകരിക്കാനുള്ള ആളുകളുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണിത്. എലിക്കുളം പഞ്ചായത്തിലെ തന്നെ ഏറ്റവും നല്ല പകൽ വീടെന്നുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. വയോജന കായികമേളയിലും കലാപരിപാടികളിലും അതോടൊപ്പം തന്നെ വിനോദ പരിപാടികളിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എല്ലാവരും ഇടപെടുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു സേവനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോഴീ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറും അതുപോലുള്ള ആയുർവേദ ആശുപത്രിയിലെ സ്റ്റാഫും പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും എല്ലാവരും ഞങ്ങളോട് നല്ല സഹകരിക്കുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ മന്ദിരം നിർമ്മിച്ചിട്ട് 6 വർഷം. എന്നാൽ ഇതുവരെയും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ മന്ദിരം നിർമ്മിച്ച് നാടിനെ സമർപ്പിച്ചിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും കിടത്തി ചികിത്സ പുനരാരംഭിച്ചിട്ടില്ല. 5 കോടി മുടക്കി 2 നില കെട്ടിടമാണ് നിർമ്മിച്ചത്. പഴയ ആശുപത്രിയിൽ പരിമിതമായ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിച്ച ശേഷം ഡോക്ടറുടെ സേവനം രാവിലെ മുതൽ വൈകിട്ട് വരെ മാത്രം നിരീക്ഷണത്തിലുള്ള രോഗികൾക്കായി പരിമിതമായ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഉച്ചവരെ 2 ഡോക്ടർമാരും ഉച്ചകഴിഞ്ഞ് 1 ഡോക്ടറും ഉണ്ട്. കിടത്തി ചികിത്സ ഇല്ലാത്തതിനാൽ വൈകിട്ട് ആശുപത്രി അടച്ചിടും. കിടത്തി ചികിത്സയ്ക്ക് 2ാം നിലയിൽ സൗകര്യമുണ്ട്, പക്ഷേ ലിഫ്റ്റ്, റാമ്പ് എന്നിവയില്ല. നഴ്സുമാരുടെ എണ്ണം കുറവെന്നും പരാതിയുണ്ട്. പുതിയ മന്ദിരം 2020 നാടിന് സമർപ്പിച്ചത്. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. പുതിയ മന്ദിരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് 2.5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. ആശുപത്രി കെട്ടിടത്തിൽ മുൻഭാഗത്ത് മുറികൾ, റാമ്പ്, ലിഫ്റ്റ് എന്നിവ നിർമ്മിക്കും. ഇതിനായി പുതുക്കിയ എസ്റ്റിമേറ്റ് സമർപ്പിച്ചുവെന്നും അധികൃതർ കഴിഞ്ഞ വർഷം ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ തുടർ നടപടികൾ വൈകുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. എയിംസ് സ്ഥാപിക്കുന്നതിനായി കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തി. വെള്ളൂരിലെ KPPLനോട് ചേർന്നുള്ള സ്ഥലം എയിംസ് സ്ഥാപിക്കാൻ അനുയോജ്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. എയിംസ് സ്ഥാപിക്കുന്നതിനായി കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. കോട്ടയം, എറണാകുളം ജില്ലകളുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളൂരിലെ KPPLനോട് ചേർന്നുള്ള സ്ഥലം എയിംസ് സ്ഥാപിക്കുവാൻ ഏറ്റവും അനുയോജ്യമാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. റോഡ്, റെയിൽ എന്നീ ഗതാഗത സൗകര്യങ്ങളും സമീപത്തുള്ള വിമാനത്താവളവും ആവശ്യമായ ജലലഭ്യതയും ഇവിടെയുണ്ടെന്നും MP അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ വിളിച്ചു ചേർത്ത സംസ്ഥാനത്തെ MPമാരുടെ യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശനും ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരനും ഈ തീരുമാനം അറിയിച്ചത്. പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളും. ദേശീയപാത 183, 66 എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്ക് പുതിയ ഇടനാഴി നിർമ്മിക്കുന്നതിന് ആവശ്യമായ ശുപാർശ കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി സമ്മതം അറിയിച്ചതായും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള മാരിടൈം എക്കണോമിക് റീജിയൻ പദ്ധതിയിൽ കോട്ടയം പോർട്ടിനെ ഉൾപ്പെടുത്തുവാൻ തീരുമാനമായതായും ഫ്രാൻസിസ് ജോർജ് അറിയിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനെ ടെർമിനൽ സ്റ്റേഷൻ ആക്കുന്നതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും വേമ്പനാട് കായൽ പുനരുജ്ജീവന പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്നും ഫ്രാൻസിസ് ജോർജ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നം ടൗണിൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വന്നു. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി. ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഇനി കൂടുതൽ സുരക്ഷ. ഉദ്ഘാടനം ചെയ്തത് വെറുതെയായി. ഇളംകുളം വഴിയോര വിശ്രമ കേന്ദ്രം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. പ്രദേശം കാട് കയറി. ഹാപ്പിനെസ് പാർക്കിലും വനം. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ 2ാം ഘട്ട വികസനത്തിന് തുടക്കം കുറിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആശുപത്രിയിൽ ഫ്രണ്ട് ഓഫീസ് സംവിധാനം തുടങ്ങി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.